ഹലോ എവരി വൺ. ഈ ഇയറിൽ NIT ട്രിച്ചിയിൽ ആർക്കിടെക്ചറിന് വൺ ഓഫ് ദ ടോപ്പ് റാങ്ക് മേടിച്ച് അഡ്മിഷൻ നേടിയ ഒരു കുട്ടീൻ്റെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു അനാലിസിസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിനെ നമ്മൾ 2024 മിഡിൽ തന്നെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സജഷൻ ആയിരുന്നു ആർക്കിടെക്ചറിന് വേണ്ടിയിട്ട് ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടീൻ്റെ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ ഏറ്റവും ടോപ്പായിട്ട് വർക്ക് ചെയ്ത ഒരു കാര്യം സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡാണ്. അതായത് കാര്യങ്ങളെ 3Dയിൽ വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി. അതിൻ്റെ ഒപ്പം നമ്മൾ ആർക്കിടെക്ചർ കോമ്പിനേഷനിൽ യൂഷ്വലി ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം പെർസെപ്ച്വൽ ആപ്റ്റിറ്റ്യൂഡ് യൂഷ്വലി ഹൈ ആണോ ലോ ആണോ എന്നുള്ളൊരു കാര്യമുണ്ട്. അതിന്റെ അർത്ഥം പെർസെപ്ച്വൽ ആപ്റ്റിറ്റ്യൂഡ് ഹൈ ആയിട്ടുള്ള ആൾക്കാർ വിത്ത് ഓർ വിത്തൗട്ട് ട്രെയിനിങ് അത്യാവശ്യം വരയ്ക്കാനുള്ളൊരു കപ്പാസിറ്റി ഇൻഹറന്റ് ആയിട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യം ഡാറ്റയിൽ പ്രൂവൺ ആണ് എന്നൊരു കാര്യമുണ്ട്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്തൊരു കാര്യം അനലിറ്റിക്കൽ അബ്സ്ട്രാക്ഷൻ ക്ലസ്റ്റർ എങ്ങനെ പോകുന്നു എന്നുള്ളൊരു കാര്യം. അതിൽ അബ്സ്ട്രാക്ട് റീസണിങ്ങും മെക്കാനിക്കൽ റീസണിങ്ങും ന്യൂമറിക്കൽ റീസണിങ്ങും അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ ഇൻഹറന്റ്ലി ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു അനാലിസിസ് വെച്ചിട്ട് ആർക്കിടെക്ചർ എന്നുള്ളൊരു കാര്യം സജസ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി വളരെ ഹൈ ആയിരുന്നു. ഇനി നമ്മൾ രണ്ടാമത് ചെക്ക് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് എക്സാമിനും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിനെ നമ്മളൊരു സാറ്റിന്റെ ഡാറ്റ വെച്ചിട്ട് എത്രമാത്രം ആപ്റ്റിറ്റ്യൂഡുകൾ സിങ്ക് ആകുന്നുണ്ട്, അതിന്റെ ഒപ്പം എത്രമാത്രം നോളജുകളും സിങ്ക് ആകുന്നു എന്നുള്ളൊരു കാര്യം എക്സാമിന്റെ പ്രിപ്പറേഷന് മുമ്പേ മനസ്സിലാക്കണം. അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ഒരു കൊല്ലത്തെ പ്രിപ്പറേഷനും ചോയ്സും വർക്ക് ചെയ്യേണ്ടത്. യൂഷ്വലി ആർക്കിടെക്ചറിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രണ്ട് കാര്യം ജെയുടെ മെയിൻ പേപ്പർ 2Aയും നാറ്റേന്റെയും പരീക്ഷയാണ്. അപ്പം രണ്ടും ടെസ്റ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമ്മളിവിടെ മാപ്പ് ചെയ്തിട്ടുണ്ട്, കോർ സ്കില്ലായിട്ടുള്ളത്. ആ കോർ സ്കില്ലുകളെ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സിലബസിൽ. അതിനെ നമ്മൾ സാറ്റിന്റെ ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ സിലബസിലെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് കാര്യങ്ങളും ബേസിക്കലി വരുന്നത് ആപ്റ്റിറ്റ്യൂഡിലെ സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡ്, അതായത് കാര്യങ്ങളെ 3Dയിൽ വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിന്റെ നോളജിന്റെ വേരിയബിളിലാണ് വരുന്നത്. ആ കാര്യങ്ങളിലെല്ലാം ഈ കുട്ടി എലൈറ്റ് ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അടുത്ത വേണ്ട കുറച്ച് ഫാക്ടറുകൾ അനലിറ്റിക്കൽ അബ്സ്ട്രാക്ട് റീസണിങ്ങിൽ നിന്നും അതിനനുബന്ധിച്ചിട്ടുള്ള നോളജുമായിട്ട് ബേസ് ചെയ്ത കാര്യങ്ങളാണ്. അതിലെല്ലാം ഈ കുട്ടി സ്ട്രോങ് ആണ്. ലാസ്റ്റ് ഡ്രോയിങ്ങിന്റെ ഒരു പോർഷൻ ഉണ്ട്. അത് ട്രെയിനബിൾ എന്ന് പറയാൻ കാര്യം ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടീന്റെ പെർസെപ്ച്വൽ റീസണിങ് ഓൾറെഡി തന്നെ നന്നായിട്ട് സ്ട്രോങ് ആണ് എന്നൊരു കാര്യമുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏത് കോമ്പറ്റീറ്റീവ് എൻട്രൻസ് ക്ലിയർ ചെയ്യുന്ന കുട്ടികളും ജനറലായി കാണിക്കുന്ന സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൽ ഒരു കാര്യമാണ് ഒരു ത്രഷോൾഡ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. ഈ കുട്ടീന്റെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് മാപ്പ് ചെയ്താൽ നമുക്കറിയാം കുട്ടിക്ക് ഏറ്റവും ഹൈ കിട്ടിയിരിക്കുന്ന സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് 96.7%, ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്നത് 72.5%. അതായത് ഇത് വളരെ സ്പൈക്കി ആയിട്ടുള്ള ഒരു പ്രൊഫൈലല്ല, ഈവൻ ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ്. ഇതിന്റെ തന്നെ ഒരു ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടീന്റെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഒരു എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യുന്ന ലാർജ് പോപ്പുലേഷന്റെ ത്രഷോൾഡിനേക്കാളും വളരെ ഹൈ ആണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ് ടെസ്റ്റ് യൂഷ്വലി എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു ഹാർഡ് വർക്കിന്റെ ഡിനോഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്താൽ അറിയാം ഈ കുട്ടീന്റെ ജോഗ്രഫി തൊട്ട് ഇക്കണോമിക്സ് വരെ ഉള്ളതിൽ ഇവിടെയും ഒരു സ്പൈക്കി ആയിട്ടുള്ള ഒരു പ്രൊഫൈലല്ല, ഈവൻ ആണ്. അതായത് എല്ലാ വിഷയങ്ങളും ഒരേപോലെ തന്നെ ഈ കുട്ടി മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എൻട്രൻസ് ക്ലിയർ ചെയ്യുന്ന കുട്ടികളുടെ ഒരു ത്രഷോൾഡിനേക്കാളും കുറേ കൂടെ ബെറ്റർ ആയിട്ടാണ് ഈ കുട്ടി പെർഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ സമ്മറൈസ് ചെയ്താൽ നമ്മുടെ ഒരു അനാലിസിസിൽ +2 പഠിക്കുമ്പോൾ തന്നെ ഏത് കാര്യത്തിന് പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം യെസ് ആണ്. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും ട്രെയിനിങ്ങും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യത്തിന്റെ ഉത്തരം യെസ് ആണ്. അതിന്റെ വളരെ ക്ലാസിക് കേസ് സ്റ്റഡിയാണ് ഈ സ്റ്റുഡന്റിന്റെ സാറ്റിന്റെ അനാലിസിസും ഈ കൊല്ലം കിട്ടിയ 2026 റാങ്കും റിസൾട്ടും എന്നുള്ളൊരു കാര്യം. താങ്ക് യു സോ മച്ച്.